ഹലോ ഗൈസ്, അപ്പോൾ പെരുന്നാൾ തലേദിവസം ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോണ വഴിക്ക് വെള്ളത്തിൽ മുങ്ങിയ കഥ ഉണ്ട് പറയാൻ പോണേ. കേറില്ല, അവിടെ എടുത്തോ. സമയം ഏകദേശം ഒരു 9:30-9:45 സമയം അയക്കണം. അപ്പോൾ നമ്മളെന്തായാലും ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങോട്ടുള്ള ഒരു ഷോർട്ട് കട്ട് പഠിച്ചാണ് ഇപ്പോൾ ഈ കാണുന്നത് വെള്ളത്തിലായി. ശരിക്കും എല്ലാ വർഷവും വിചാരിക്കും നേരത്തെ മുൻകൂട്ടിയിട്ട് ഡ്രസ്സൊക്കെ എടുക്കണമെന്ന്. പക്ഷെ എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും പെരുന്നാളിൻ്റെ തലേദിവസമായിട്ട് നമുക്ക് ഡ്രസ്സ് എടുക്കലും തിരക്കും ബഹളമൊക്കെ മുടിവെട്ടുള്ള എല്ലാ പരിപാടിയും നടക്കുള്ളൂ. അതെന്താണെന്നറിയില്ല, ഒരു പ്രകൃതി നിയമാണെന്നൊന്നും. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇതുപോലെ തന്നെ ആയിരിക്കില്ല അവസ്ഥ. കാരണം ഗുരുവായൂർ പോയി നോക്കുമ്പോഴാണ് തിരക്കിൻ്റെ അങ്ങേയറ്റം കണ്ടത്. കാരണം എല്ലാവരും ഡ്രസ്സ് എടുക്കാൻ ഇന്നാണ് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പുന്നേന്ന് നേരെ രാജസ്കൂളിൻ്റെ അവിടെ കൂടെയുള്ള ഷോർട്ട് കട്ട് എടുത്തിട്ടാണ് നോക്കുമ്പോൾ അവിടെയും വെള്ളം. എന്ത് ചെയ്യാകെ മൂഞ്ചി എന്ന് പറഞ്ഞാണ്ടല്ല 8ൻ്റെ പണിയാണ് കിട്ടിയത്. അവിടെ ആണെങ്കിൽ അതിനെക്കാട്ടും വെള്ളം കിട്ടുക. ഈ രാത്രി വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചൊന്ന് പാമ്പുണ്ടാവും, പിന്നെ അതുപോലെ കുണ്ടും കൂടിയുള്ളത് അറിയില്ല. ഇപ്പോൾ റിസ്ക് എടുത്തിട്ടുള്ള പോക്കാണ് പോകണം. എങ്ങനെയായാലും നമ്മൾ കഴിച്ചിലായി നേരെ ഗുരുവായൂർ കണ്ടാ വിട്ടത്. എന്തായാലും ഡ്രസ്സ് എടുക്കലൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്തായാലും ഐശ്വര്യമായിട്ട് ഒരു തണവുള്ള എന്തെങ്കിലും കുടിച്ചിട്ടാവാന്ന് വെച്ചിട്ട് ഷോപ്പിൽ കയറി. നല്ല കിടില ആംബിയൻസ് ഇട്ടാ, ഫ്രൂട്ട്സൊക്കെ വെട്ടിക്കയറ്റി ചമരം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പപ്പായയുടെ ജ്യൂസാണ് പറഞ്ഞത്. നല്ല സാധനം തന്നെ ആയിരുന്നു കേട്ടോ, കിടിലൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ച് സെറ്റാക്കി. ഇപ്പോൾ എന്തായാലും ഇന്നത്തെ സമയം വഴുകി. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ലാസ്റ്റത്തെ ഈ സംഭവം ഉണ്ടല്ലോ, അത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒട്ടുക്കത്തെ സൗണ്ടാണ് എടുക്കുമ്പോൾ. അപ്പോൾ അപ്പുറമൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ വേഗം അവിടെ നിന്ന് വിട്ട് ഇനിയിപ്പോൾ കടകളിൽ കയറി ഇറങ്ങലാണ് പരിപാടി എടുത്തത്. ഒരുപാട് കട കയറി ഇറങ്ങി, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ ഗുരുവായൂർ ഏരിയയിൽ ഇനി വെറൈറ്റി മാത്രമുള്ള കയറാത്ത്, അവിടെയും കയറി അവസാനിപ്പിച്ച് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ തൃശ്ശൂർ പോകാന്നുള്ള മൈൻഡിൽ നേരെ വിട്ടിട്ട് അപ്പോൾ പൂവത്തൂർ ഒരു ഷോപ്പിൽ കയറി വെക്കുമ്പോൾ അവിടെ സാധനം ഉണ്ട്. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, രണ്ടും കൽപ്പിച്ച് അവിടെ നിന്ന് എടുത്ത് വേഗം വിട്ട്. കാരണം എന്താ വെച്ചാൽ തൃശ്ശൂർ പോകുന്നത് മണ്ടത്തരാണ്. അവിടെ ഷോപ്പുകൾ ഉണ്ടെന്നുള്ള ഒരു ഐഡിയ അല്ല. അതുവരെ ഓടിയിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിലും മൂഞ്ചും. അപ്പോൾ നമ്മളെന്തായാലും KSRTC സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഫസ്റ്റ് ഒരു റോബസ്റ്റ് പഴം അലക്കി കിട്ടില്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ, സാധാരണ പോലെ തന്നെ. അപ്പോൾ നമ്മളൊപ്പം വന്നൊരു ബിങ്കൊക്കെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അത് വേറൊരു വൈബ്. നമ്മൾ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചായ കിട്ടി. നമ്മൾ ഈ നൈറ്റൊക്കെ വന്നിട്ട് ഈ ചായ കുടിക്കണ വൈബ് ഉണ്ടല്ലോ, പഴയ വൈബ് പോലെ തന്നെ കേട്ടോ, കിട്ടില്ല സാധനം തന്നെ, ഒരു മാറ്റമില്ല. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കടിക്കാൻ എന്തെല്ലാം നോക്കാം. അപ്പുറത്തൊരു നായ നിൽക്കുന്നുണ്ടായിരുന്നു കടിക്കാൻ. പിന്നെ അത് മാത്രമല്ല പൊരിക്കടികളാണ്, അത് നടക്കില്ല. അപ്പോൾ നമുക്ക് ബെന്ന് അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഈ പനിക്കുമ്പോഴൊക്കെയാണ് സാധാരണ ഞാനൊക്കെ തിന്നാറ് ഈ സാധനം. അപ്പോൾ എന്തായാലും കഴിക്കാമെന്ന് വെച്ച് നോക്കി. അപ്പോൾ അവിടെ നിന്നേന്ന നായ നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ വിശന്നിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പീസ് അതിന് കൊടുക്കുക, പാവുണ്ട്. അപ്പോൾ ഞാൻ അതിനെ വിളിച്ച് മോനെ പാടാന്ന് പറഞ്ഞു. അത് നേരെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തൊരു കാര്യമുള്ള സാധനമാണ് ഇട്ടെന്ന് വെച്ചിട്ടാണ് ഈ ഓടി വരുന്നത്. പക്ഷേ സംഭവം എന്തോ പ്രതീക്ഷിച്ച് വന്ന് നോക്കുമ്പോൾ ബെന്നാന്ന് കണ്ടേക്കൊരു നോട്ടം, എന്തോ മനസ്സിൽ തെറി പറഞ്ഞിട്ടുള്ള നോട്ടാന്ന് മനസ്സിലായി. അത് വിചാരിച്ചില്ല ഇങ്ങനത്തെ ഐറ്റാന്ന്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, നമ്മളുള്ള കയ്യിലുള്ള സാധനമാണത്, ഉള്ളതുകൊണ്ട് ഓണം പോലെ. അപ്പോൾ നായ ഇനിയിപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ പട്ടിണി കിടന്നിട്ട് കാര്യമില്ല, ഉള്ളത് കൊണ്ട് എന്തെങ്കിലും കഴിച്ച് അവിടെ എവിടെയെങ്കിലും ചുരുളാന്നുള്ള മൈൻഡിൽ ആളത് കഴിച്ച്. ഞാനത് നോക്കിയിരുന്നു, എന്ത് ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റണ ഇതൊക്കെ ചെയ്യുക, സന്തോഷം മുടയുക, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു. എന്തായാലും അത് കഴിച്ച് കഴിയട്ടെ. ഇനിയിപ്പോൾ അടുത്ത പീസ് കൊടുക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ ഇല്ല, ബാക്കിയുള്ള പീസ് ഞാൻ തിന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പോണ വഴിക്ക് കൂട്ടുകാരനക്ക് CDM പൈസ ഇട്ട് കൊടുക്കാണ്ടായിരുന്നു കേട്ടോ. നോക്കി നോക്കുമ്പോൾ ശുഭം സാധനം കംപ്ലൈൻ്റ് ഉണ്ട്, ഒരു രക്ഷയല്ല. അവർക്ക് അത്യാവശ്യമായിട്ട് ആർക്കും പൈസ ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ അതും മൂഞ്ചി അവിടെ. അപ്പോൾ എന്തായാലും ഇത് പറഞ്ഞുകൊണ്ട് പരിപാടി ഇവിടെ അവസാനിപ്പിക്കണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇതും പറഞ്ഞു.